Welcome back. SEBI guidelines on buyback of shares. നേരത്തെ നമ്മൾ കണ്ടു ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ബൈബാക്ക് നടത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സെബി ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് സെബി ഗൈഡ് ലൈൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സെബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് ഇത് സെബി എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, buyback of shares cannot be from any person through negotiated deals. നെഗോഷിയേറ്റഡ് ഡീൽസിന്റെ ബേസിൽ ബൈബാക്ക് നടത്താൻ പാടില്ല. സെക്കൻഡ് വൺ, പബ്ലിക് അനൗൺസ്മെന്റ് എമംഗ് അതർ തിങ്സ് ഷുഡ് സ്പെസിഫൈ ദി ഫോളോയിങ്. പബ്ലിക് അനൗൺസ്മെന്റിൽ താഴെ പറയുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. എന്തൊക്കെയാണ്? സ്പെസിഫൈ ദി ഡേറ്റ് ഓഫ് ഡെസ്പാച്ച് ഓഫ് ദി ലെറ്റർ. ലെറ്റർ അയക്കുന്ന ഡേറ്റ് മെൻഷൻ ചെയ്യണം. വിച്ച് ഈസ് ടേംഡ് ആസ് സ്പെസിഫൈഡ് ഡേറ്റ്. അതിനെയാണ് ഇതെന്ന് പറയാ സ്പെസിഫൈഡ് ഡേറ്റ്. ദി ഡേറ്റ് ഓഫ് സ്പെസിഫൈഡ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 30 days. 30 ദിവസത്തിൽ കുറവാവാൻ പാടില്ല. ബട്ട് നോട്ട് ലേറ്റർ ദാൻ 42 days. 42 days കഴിയാനും പാടില്ല. Second point, the company shall file information to the Securities and Exchange Board of India within 7 working days from the date of public announcement. Public announcement നടത്തി 7 daysനുള്ളിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ വിവരം അറിയിച്ചിരിക്കണം. Next point, the offer of buyback shall remain open to the members for a period of not less than 15 days but not exceeding 30 days. അപ്പോൾ 15 daysൽ താഴെയാവാൻ പാടില്ല, 30 daysൽ കൂടാനായിട്ട് പാടില്ല. However, the opening date for offer shall not be earlier than 7 days or later than 30 days. അപ്പോൾ 7 daysനേക്കാളും earlier ആവാൻ പാടില്ല, 30 daysനേക്കാളും വൈകാനും പാടില്ല. ഓപ്പണിംഗ് ഡേറ്റ് ഫോർ ഓഫർ. ലാസ്റ്റ് പോയിന്റ്, കമ്പനി ഷാൽ കംപ്ലീറ്റ് ദി വെരിഫിക്കേഷൻ ഓഫ് ഓഫേഴ്സ് വിതിൻ 15 days ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലോസ്. ക്ലോസ് ചെയ്ത് 15 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഷെയർസ് ലോട്ട്സ് ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ അക്സെപ്റ്റഡ് അൺലെസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിജക്ഷൻ ഈസ് മെയ്ഡ് വിതിൻ 15 days ഫ്രം ദി ഡേറ്റ് ഓഫ് ക്ലോഷർ. ആ ക്ലോഷർ ഡേറ്റ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ആ റിജക്ഷൻ അറിയിച്ചില്ല എങ്കിൽ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. ഇതാണ് സെബി ഗൈഡ് ലൈൻസ് ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ്.